ഒരു ശരാശരി വ്യക്തിയെ സുഹൃത്തുക്കൾ മദ്യപാനിയാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം മിക്കവാറും ഒരു പാർട്ടിയിൽ സുഹൃത്തുക്കൾ ഒപ്പം ഇരിക്കുമ്പോൾ മദ്യം വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യന്മാരായാൽ കുറച്ച് കുടിക്കണം എന്നൊക്കെ പ്രലോഭിപ്പിക്കുന്ന വാക്കുകൾ പറയും. അപ്പോൾ ആവശ്യമില്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാൽ കമ്പനി പോകുമെന്ന് വിചാരിച്ച് ഈ വ്യക്തി ഓഫർ നിരസിക്കുന്നില്ല. ചിലർക്ക് മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ടാകാം. സിനിമയിലെ സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് ചെറിയ അളവിൽ മദ്യം അത് മറക്കാൻ സഹായിക്കുമെന്ന് കരുതി അവർ മദ്യം കുടിക്കുന്നു. സുഹൃത്ത് വീണ്ടും മദ്യമൊഴിക്കുന്നു, വീണ്ടും കുടിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം ഈ സുഹൃത്തുക്കൾ അയാളെ പുകഴ്ത്തി പറയും. ഈ വ്യക്തിക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടതായി തോന്നുന്നു. മസ്തിഷ്കം ഡോപ്പമൈൻ പുറത്തുവിടുന്നു. ഇത് ഒരു ഹ്രസ്വകാലാനന്ദം സൃഷ്ടിക്കുന്നു. ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങളിൽ, പരിപാടികളിൽ ഈ ആനന്ദം വീണ്ടും കിട്ടുവാൻ ഈ ശീലം തുടരുന്നു. ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ വഴി ഒരു മദ്യപാനി ജനിക്കുന്നത്. പരിഹാരം 3 ആദ്യം യഥാർത്ഥ വൈകാരിക ആവശ്യം തിരിച്ചറിയണം, പരിഹരിക്കണം. ഏകാന്തതയാണെങ്കിൽ യഥാർത്ഥ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കണം. കായിക വിനോദങ്ങളിലും ഗെയിമുകളിലും പങ്കെടുക്കണം. സന്നദ്ധ സേവനം നടത്തണം. സമ്മർദ്ദമാണെങ്കിൽ ധ്യാനമോ കൗൺസിലിങ്ങിൽ പങ്കെടുക്കണം. രണ്ടാമത്, പ്രലോഭങ്ങൾക്ക് വേണ്ട എന്ന് ഉറച്ചു പറയാൻ സാധിക്കണം. മൂന്നാമത്, കൂട്ടുകെട്ട് മാറ്റണം. ഒരു നല്ല സുഹൃത്ത് ഒരിക്കലും നിങ്ങളെ മദ്യമോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ നിർബന്ധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം.